എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കുറേ സുഹൃത്തുക്കൾ കയറി വരുന്നുണ്ട്. എൻ്റെ മദ്യപിക്കുന്ന സുഹൃത്തുക്കൾ. ഇവിടെ ഒരാളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. മൂപ്പര് മദ്യപിച്ച് ഇങ്ങനെ ഡിവൈഡറിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുക ചെയ്യുക, റോഡിൻ്റെ നടുവിൽ. ചിലപ്പോൾ തുണിയൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ കിടക്കും. അങ്ങനെ കുറേ കാലം ആളുകൾ ഇതിങ്ങനെ കണ്ടിട്ട് അയാൾ അങ്ങനെ കിടക്കുന്ന ഒരാളാണെന്ന് വരാനാണ് ശ്രമം നടത്തിയത്. അയാൾ അങ്ങനെ കിടക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് അയാളെ അങ്ങനത്തെ ഒരു കുടിയനായി നമ്മൾ മാറ്റുക ചെയ്തത്. പക്ഷേ എനിക്ക് ഇയാളുടെ മുഖത്ത് എവിടേക്കോ ഒരു കുട്ടിത്തം ഫീൽ ചെയ്തിരുന്നു. എപ്പോഴെങ്കിലും കാണുമ്പോഴൊക്കെ ഒന്ന് ചിരിക്കും. അതേമാതിരി പുഴയിൽ ആരെങ്കിലും വെള്ളത്തിൽ പോയാൽ 2-3 ദിവസമായ ചീഞ്ഞളിഞ്ഞ ശരീരമാണെങ്കിലും പോലീസുകാർ ഇദ്ദേഹത്തിന് ഉപയോഗിക്കുക. ഈ ശരീരം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാനും അതിൻ്റെ മുന്നിൽ നിന്ന് സാക്ഷിയായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഈ മനുഷ്യനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു ദിവസം കണ്ടപ്പോൾ നമ്മൾ ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് ഒരു പരിഹാസത്തോട് കൂടിയിട്ടാണ് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചത്. നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. മുഷിഞ്ഞ് വസ്ത്രമൊക്കെ മുഷിഞ്ഞ്, അറിയാലോ ഒരു സ്ഥിരം മദ്യപിച്ച് നടക്കുന്ന ഒരാളുടെ കോലം എന്താണെന്നറിയില്ല. ഞങ്ങൾ പോയി ഒരു ചായ കുടിച്ചു. ചായ കുടിച്ചപ്പോൾ ഇങ്ങനെ ഇരുന്ന്, അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാളുടെ കണ്ണുനീരിങ്ങനെ പതുക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ ഒരു ദിവസം ഇവിടെ ഒരു ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ പോലീസ് ഓഫീസറോട് പറഞ്ഞു, ഇദ്ദേഹത്തെ ഈ ഉത്സവത്തിൻ്റെ 2 ദിവസം മുമ്പ് നിങ്ങളൊന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തണം. അങ്ങനെ പോലീസ് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി 2 ദിവസം അവിടെ നിർത്തി. പെരുന്നാളാണ്, പെരുന്നാളിൻ്റെ സമയമാണ്. അപ്പോൾ ഈ പെരുന്നാൾ തലേന്ന് പോലീസുകാർ കൊണ്ടുപോയി ഇയാളുടെ മുടിയും താടിയൊക്കെ ഷേവ് ചെയ്ത് വൃത്തിയാക്കി. നമ്മളൊരു സുഹൃത്ത് ഇവിടെ ഒരു ലുക്മാൻ തങ്ങളുണ്ട്, അദ്ദേഹം ഒരു ഷർട്ടും മുണ്ടൊക്കെ തന്നു. ആ ഷർട്ടും മുണ്ടൊക്കെ ഇദ്ദേഹത്തിന് കൊടുത്തു. ഈ പെരുന്നാളിനന്ന് രാവിലെ എല്ലാവരും കൂടുന്ന സ്ഥലത്തേക്ക് ഇദ്ദേഹം വരികയാണ്. അപ്പോൾ സാധാരണ ഈ ഡിവൈഡറിൻ്റെ മുകളിൽ തുണിയില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ പുതിയ വസ്ത്രമൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് വരുമ്പോൾ എല്ലാവരും ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മൂപ്പർക്കും ഒരു കൗതുകം, എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. മൂപ്പർക്ക് തന്നെ ഒരു തോന്നലുണ്ടാവുകയാണ്, എന്തുകൊണ്ട് എനിക്ക് ഇനി മുതൽ ഇങ്ങനെ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചോളാം. ഒരവസരം ഉണ്ടാവുകയാണ്. ഒരു സമൂഹം അദ്ദേഹത്തെ എന്നും കള്ളുകൂടിയനായിട്ട് നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റം ചെറിയ മാറ്റമല്ല ഉണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹം മുമ്പ് കല്യാണം കഴിച്ച് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ആ കുട്ടീനെയും ഭാര്യനെയും ഉപേക്ഷിച്ചതാണ്. പിന്നെ അദ്ദേഹത്തിനുണ്ടായ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിക്കണം, അവരെ കണ്ടെത്തണം, പിന്നെ അത് സാധിപ്പിച്ചെടുക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. കാരണം നമ്മൾ ഒരു ബോധത്തിലല്ലാതെ ജീവിക്കുമ്പോൾ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം അത് തിരിച്ചു കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശയോടുകൂടി വന്ന് നിറഞ്ഞു നിൽക്കും. അപ്പോൾ അത് നമ്മളാരും രക്ഷപ്പെടുത്താനുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അയാൾ നന്നാവട്ടെ അല്ലെങ്കിൽ അയാൾ നന്നായി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല നമ്മുടെ ചുറ്റും. അപ്പോൾ നമുക്ക് അതിന് മുമ്പേ തന്നെ നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെ ഒരു ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും.